ജർമ്മനി വേഴ്സസ് റഷ്യ. സോവിയറ്റ് ടോപ്പിക് ആണോ ഇതെന്ന് ചോദിച്ചാൽ ഇല്ല. റഷ്യയുടെ സബ്മറൈൻസ് ഇപ്പോൾ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ വലിയൊരു ആശങ്കയാവുകയാണ്. അതിനാൽ ഈ സബ്മറൈനുകളെ കണ്ടെത്തുക ഈ ലോകരാജ്യങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അനേകം രാജ്യങ്ങൾ ഇപ്പോൾ ആന്റി സബ്മറൈൻ വാർഫെയറിൽ മുൻനിരയിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ നമുക്കും നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന കരാറുകൾ നടക്കുകയാണ്. ഇതിനെ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ആഗ്രഹവും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുവെന്ന ഒരു അറിയിപ്പ് നൽകി. പക്ഷെ ഇവിടെ ഒരു ചോദ്യം, റഷ്യൻ സബ്മറൈൻസിനെതിരെ ജർമ്മനി ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത് എന്തിനാണ്? ഒരു കാലത്ത് റഷ്യയുമായുള്ള ജർമ്മനിയുടെ ബന്ധം വളരെ സൗഹൃദപരമായിരുന്നു. യൂറോപ്പിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ ഗ്യാസ് ലഭിച്ചത് ജർമ്മനിക്കായിരുന്നു, നോർഡ് സ്ട്രീം 1, നോർഡ് സ്ട്രീം 2 പൈപ്പ് ലൈൻ മുഖേന. എന്നാൽ ഇപ്പോൾ ഇവർ എന്തുകൊണ്ട് റഷ്യക്കെതിരെ തിരിഞ്ഞു? ജർമ്മനിയുടെ ഈ യു ടേണിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരാണ്? റഷ്യൻ സബ്മറൈൻസിനെ കണ്ട് യൂറോപ്പിലെ രാജ്യങ്ങൾ ഇത്രയും ഭയപ്പെടാൻ കാരണം എന്താണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം എല്ലാ രാജ്യങ്ങളും റഷ്യക്ക് നേരെ നടത്തുന്ന ഒരു കുറ്റാരോപണം, റഷ്യയുടെ സൈന്യം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, റഷ്യയുടെ വ്യോമസേന നന്നായി പ്രവർത്തിക്കുന്നില്ല, മിസൈൽ ഫോഴ്സസ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ രാജ്യവും റഷ്യയുടെ സൈന്യത്തെയും വ്യോമസേനയെയും ഇത്രയേറെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആരും ഈ സബ്മറൈൻ ഫ്ലീറ്റിനെ കുറിച്ച്, നാവികസേനയെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. മാത്രമല്ല, മോസ്കോ എന്ന കപ്പൽ മുങ്ങിയിട്ട് കൂടിയും റഷ്യൻ നാവികസേനയുടെ കഴിവിനെ കുറിച്ച് ലോകം ഇപ്പോഴും സംശയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ നാവികസേന ദിവസേന ശക്തി ആർജിക്കുകയാണോ? അടുത്തിടെ അവർ ഒരു പുതിയ സബ്മറൈൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ സബ്മറൈൻ ഫ്ലീറ്റിൽ ഇപ്പോൾ ഏകദേശം 61 സബ്മറൈൻസ് ഉണ്ട്. അതിൽ 21 എണ്ണം ഡീസൽ പവേർഡ് കൺവെൻഷണൽ സബ്മറൈൻസ് ആണ്. ബാക്കിയെല്ലാം ആണവ ശക്തിയുള്ളവ, അറ്റാക്ക് സബ്മറൈൻസ്, ക്രൂയിസ് മിസൈൽ സബ്മറൈൻസ്, ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് തുടങ്ങിയവ. ഇവയിൽ ഏറ്റവും ഭീഷണിയുള്ളവയാണ് ടൈഫൂൺ, ഡെൽറ്റ, ബൊറെ ക്ലാസ് സബ്മറൈൻസ്. ഈ സബ്മറൈൻസിനെ കണ്ടെത്താൻ പറ്റാത്തതാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ 5 മുതൽ 10 വർഷം വരെയുള്ള ഡാറ്റ നോക്കിയാൽ ഈ റഷ്യൻ സബ്മറൈൻസ് എവിടെയെന്ന് ആരെ കൊണ്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാറ്റോ രാജ്യങ്ങൾക്കും അത്യാധുനിക പടയോട്ട വിമാനമായ ഫിയറ്റ് പോസൈഡൻ പോലുള്ള ആന്റി സബ്മറൈൻ എയർക്രാഫ്റ്റ് ഉണ്ടായിട്ട് കൂടിയും ഇവയെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അതിന്റെ സ്റ്റെൽത്ത് ആണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എതിർത്ത് യുദ്ധം ചെയ്യുന്നതിനും ഒരു രാജ്യത്തിന്റെ സബ്മറൈനെ കണ്ടെത്താനായി ഒരു 30-40 രാജ്യങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിലെ യൂറോപ്യൻ ബ്ലോക്കിലുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ ഇത്രയേറെ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് കൂടിയും, ഇവരുടെ മാരിടൈം പാട്രോൾ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും, ആന്റി സബ്മറൈൻ വാർഫെയറിൽ കിങ് ആയിട്ടുള്ള ഫിയറ്റ് പോസൈഡൻ എയർക്രാഫ്റ്റ് ഉണ്ടായിട്ട് കൂടിയും റഷ്യൻ സബ്മറൈൻസിന് ഇവരെ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ സാധാരണ സമയത്ത് ഒരു പ്രശ്നമല്ല. പക്ഷേ യുദ്ധസമയത്ത് ഒരു സബ്മറൈൻസ് അത്യന്തം അപകടകരമായിരിക്കും. അതുകൊണ്ട് ഈ സബ്മറൈൻസിനെ കണ്ടെത്താനുള്ള ഏക മാർഗം മറ്റൊരു സബ്മറൈൻ ഉപയോഗിച്ച് മാത്രമേ പറ്റൂ. അതാണിപ്പോ ജർമ്മനി ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ജർമ്മനിക്ക് വലിയ സബ്മറൈൻ യുദ്ധസേനയൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ നോക്കിയാൽ ഫിയറ്റ് പോസൈഡൻ വിമാനങ്ങൾ വാങ്ങുക എന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും ആധുനികമായ ആന്റി സബ്മറൈൻ വാർഫെയർ വിമാനമാണത്. ഒരു സബ്മറൈനെ പിന്തുടർന്ന് നശിപ്പിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വിമാനം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളതാണ്. 2021 ഏകദേശം $1 ബില്യൺ വിലയുള്ള 5 വിമാനങ്ങൾക്ക് ജർമ്മനി ഓർഡർ നൽകിയിരുന്നു. ഇപ്പോൾ ആ എണ്ണം 5-ൽ നിന്നും 8 വിമാനമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിക്കുന്ന സ്ഥിരീകരണം ലഭിച്ചത് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് UK-യിൽ നടത്തിയ സന്ദർശനത്തിനിടെയായിരുന്നു. അവിടെ അദ്ദേഹം റോയൽ എയർഫോഴ്സിന്റെ P-8 പൊസൈഡൻ വിമാനത്തിൽ കയറി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 3 മണിക്കൂറിലധികം നീണ്ട ഒരു ആന്റി സബ്മറൈൻ യുദ്ധ പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. സ്കോട്ട്ലാൻഡിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ലോസിയമോത്ത് ബേസിൽ നിന്നും പറന്ന ഈ ഒരു വിമാനത്തിൽ അവർ അനേകം സബ്മറൈൻസിനെ തിരിച്ചറിയാൻ കഴിഞ്ഞതായി അറിയിച്ചു. ഈ വിമാനത്തിലെ ഡിജിറ്റൽ 3D സിസ്റ്റം വഴി സബ്മറൈന്റെ രൂപം, ആഴം, വേഗത ഇവയൊക്കെ 3D മോഡലായി കാണാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. 400 മീറ്റർ ആഴത്തിൽ സഞ്ചരിക്കുന്ന ഒരു സബ്മറൈനെ പോലും മുകളിലൂടെ പറക്കുന്ന ഈ വിമാനത്തിന്റെ അത്യാധുനിക സെൻസർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതായി അവർ തെളിയിച്ചു. പക്ഷേ ഇങ്ങനെ ഇവർ ട്രാക്ക് ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്ന സബ്മറൈൻസ് ഒക്കെ റഷ്യയുടേതല്ല. ഇനി റഷ്യയുടേത് അവിടെ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇവരെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ലയോ അത് നമുക്കറിയില്ല. പക്ഷെ ഇവർ പറയുന്നതെല്ലാം അവരുടെ രാജ്യത്തിന്റെ തന്നെ പരിശീലന കപ്പലുകളാണ്. ഈ ഒരു പരീക്ഷണം വെറും ഒരു ലൈവ് ഡെമോ ആയിരുന്നു.
ആ ഒരു വിമാനത്തിന്റെ ശേഷി അറിയാനായി. പക്ഷെ ഇവിടെയുള്ള ഒരു സവിശേഷത എന്തെന്നറിയണ്ടേ? P8 പൊസൈഡനെ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ വിമർശിച്ച് തള്ളാൻ കഴിയില്ല. കാരണം അതിന്റെ കഴിവ് അത്രമേൽ ഉയർന്നതാണ്. ഇതിൽ ഒരു സോണോബൈ സിസ്റ്റം എന്ന പ്രത്യേക സംവിധാനമുണ്ട്. ഇത് പാരഷൂട്ടിലൂടെ സമുദ്രത്തിൽ എറിയുന്നതാണ്. വെള്ളത്തിൽ പതിച്ചാൽ ഇവ ഓരോന്നും ആക്റ്റീവ് സോണാർ സെൻസറുകളായി പ്രവർത്തിക്കും. ഇവയെ ഒരു സീരീസ് ആയി എങ്ങനെ വിന്യസിപ്പിക്കും? അതായത് ഇവിടെ ഒരു സോണോബൈ വിന്യസിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ റേഞ്ച് ഏകദേശം 2 കിലോമീറ്റർ ആയിരിക്കും. 2 കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത സോണോബൈ വിന്യസിപ്പിക്കും. ഇങ്ങനെ ഓരോ സോണോബൈ മറ്റൊന്നുമായി ബന്ധപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് തന്നെ സൃഷ്ടിക്കും. ഇത് 2 കിലോമീറ്റർ റേഞ്ചിൽ പ്രവർത്തിക്കുന്നതിനാൽ ഒരു വലിയ പ്രദേശം കവർ ചെയ്യാൻ സാധിക്കും. ഇതിനിടയിൽ ഒരു സബ്മറൈൻ കടന്നു പോയാൽ അതിന്റെ ശബ്ദ തരംഗം കണ്ടെത്തി ഉടൻ തന്നെ P8 പൊസൈഡനെ അറിയിക്കും. ഇനി പൊസൈഡൻ എന്നത് വെറും കണ്ടെത്തലിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, ആക്രമണത്തിനായും അത് സജ്ജമായിരിക്കും. ഈ വിമാനത്തിൽ മാർക്ക് 84 ഡെപ്ത് ചാർജുകൾ, മാർക്ക് 54 ടോർപിഡോകൾ, കൂടാതെ AGM-84 ഹാർപൂൺ ആന്റി ഷിപ്പ് മിസൈലുകളും ഘടിപ്പിക്കാൻ കഴിയും. കൂടാതെ ഈ വിമാനത്തിന്റെ സുരക്ഷയ്ക്കായി DIRCM ഡയറക്ഷണൽ ഇൻഫ്രാറെഡ് കൗണ്ടർ മെഷർ എന്ന സംവിധാനമുണ്ട്. ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈലുകളിൽ നിന്നും ഇതിനെ സ്വയം സംരക്ഷിക്കാനാണ് ഈ ഒരു മെക്കാനിസം. അതായത് P8 പൊസൈഡൻ എന്നത് വെറും സബ്മറൈൻ കണ്ടെത്താനുള്ള ഒരു ഉപകരണം മാത്രമല്ല, അതൊരു പൂർണ്ണ യുദ്ധ പാക്കേജ് തന്നെയാണ്. സബ്മറൈൻസിനെ കണ്ടെത്താനായി ഇത് ഉപയോഗിക്കുന്നത് അത്യാധുനിക ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ, അഡ്വാൻസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് അനാലിസിസ് സെൻസറുകൾ, ഇലക്ട്രോണിക് സിഗ്നൽ ഡിറ്റക്ഷൻ തുടങ്ങിയ നിരവധി സാങ്കേതിക വിദ്യയുണ്ട്. ഇന്നത്തെ മോഡേൺ സബ്മറൈൻസ്, അതിപ്പോ റഷ്യയുടേതായാലും അമേരിക്കയുടേതായാലും ചൈനയുടേതായാലും, ഇവയൊക്കെ 20 വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ 1000 മടങ്ങ് പുരോഗമിച്ചവയാണ്. അതുകൊണ്ട് ഇവയൊക്കെ കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാണ്. ഇത്തരം പൊസൈഡൻ വിമാനങ്ങൾ യൂറോപ്പിന് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഒരു സബ്മറൈനെ കണ്ടെത്താൻ നിങ്ങൾക്ക് പ്രധാനമായും സോണാർ ടെക്നോളജി വേണം, അല്ലെങ്കിൽ അക്വാസ്റ്റിക് സിഗ്നേച്ചർ അഥവാ ശബ്ദ തരംഗങ്ങളിലൂടെയും തിരിച്ചറിയാൻ കഴിയും. ഒരു സബ്മറൈൻ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതൊരു വലിയ ലോഹവസ്തു ആയതിനാൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും, ശബ്ദം കൂടുതൽ ഉണ്ടാകും. അത് കേട്ടതിന്റെ സ്ഥാനം കണ്ടെത്താൻ സാധിക്കും. ഇനി അതുവഴി അല്ലെങ്കിൽ മറ്റൊരു മാർഗം വിഷ്വലി ട്രാക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിക്കുകയാണ്. കാരണം വലിയ ലോഹവസ്തുക്കളായ ഒരു സബ്മറൈൻ കടലിലൂടെ നീങ്ങുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ഇത് വിമാനങ്ങളിൽ നിന്നും ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴി കണ്ടെത്താൻ കഴിയും. അങ്ങനെ ആ പ്രദേശത്തിന്റെ 3D ഇമേജിംഗ് പ്രത്യേകം തെളിയും. ഇത്തരം സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ഇന്ന് വരെയും ചില സബ്മറൈനെ കണ്ടെത്താനായത്. പക്ഷേ ഇപ്പോഴൊക്കെ വരുന്ന ഈ നെക്സ്റ്റ് ജനറേഷൻ സബ്മറൈൻസ് ഈ മുഴുവൻ സാങ്കേതിക വിദ്യയെയും തിന്നുന്ന തരത്തിലാണ് എത്തിയിരിക്കുന്നത്. അടുത്തിടെ അമേരിക്ക തന്നെ വലിയൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. റഷ്യയുടെ ഒരു സബ്മറൈൻ യൂറോപ്യൻ തീരത്തായി സഞ്ചരിക്കുകയാണെന്ന ഒരു സംശയം ഉയർന്നതോടെ അവർ അടിയന്തരമായി തന്നെ അന്വേഷണം ആരംഭിച്ചു. P8 പൊസൈഡൻ വിമാനങ്ങളും ഏകദേശം 12 ഫൈറ്റ് ജെറ്റുകളും ചേർന്ന് ആ പ്രദേശത്ത് 3 ദിവസത്തോളം തിരച്ചിൽ നടത്തി. ഒരു സബ്മറൈൻ സംബന്ധിക്കുന്ന ചെറിയൊരു പോസിറ്റീവ് സിഗ്നൽ അവർക്ക് ലഭിച്ചാൽ പോലും ആ പ്രദേശത്തെ മുഴുവനും അവർ സോണോബൈ കൊണ്ട് നിറയ്ക്കുകയും ആ പ്രദേശം ചുറ്റിവളയുകയും ചെയ്യും. ആ ഒരു വളയത്തിൽ നിന്നും ഒരു സബ്മറൈന് പോലും പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്നിരുന്നിട്ട് കൂടിയും 3 ദിവസത്തെ തിരച്ചിലിന് ശേഷം പോലും ഒരു ചെറിയ തെളിവ് പോലും അമേരിക്കയ്ക്ക് ലഭിച്ചില്ല. അത് P8 പൊസൈഡന്റെ യന്ത്രം പരാജയപ്പെട്ടതല്ല കാരണം, മറിച്ച് ഇന്നത്തെ സബ്മറൈൻസ് ടെക്നോളജിയുടെ പരിണാമമാണ് അതിന് കാരണം. ഇത് റഷ്യയുടെ സബ്മറൈൻസ് എന്നല്ല, അമേരിക്കയുടെയും ചൈനയുടെയും നെക്സ്റ്റ് ജനറേഷൻ സബ്മറൈൻസിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനി ഇങ്ങനൊരു രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ജർമ്മനി എന്തിന് ഈ വിഷയത്തിൽ ചാടണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. മറ്റൊരു മാർഗമേ അവർക്കില്ല. സത്യം പറഞ്ഞാൽ ജർമ്മനിയുടെ വളർച്ച അമേരിക്ക ഒരിക്കലും പൂർണ്ണമായി ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ ഒരേ സമയം ആയുധങ്ങൾ നൽകി അവരെ നിയന്ത്രിക്കുന്നതിലൂടെ റഷ്യക്കെതിരെ അവരെ തിരിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ജർമ്മനിക്ക് ആയുധങ്ങൾ നൽകുന്നത് നല്ല കാര്യമാണെന്നൊക്കെ തോന്നിയാലും ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. 1-ാം ലോക മഹായുദ്ധത്തിൽ തോറ്റതിന്റെ അപമാനമായിരുന്നു ജർമ്മനിയെ അഡോൾഫ് ഹിറ്റ്ലറിലൂടെ 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിയിട്ടത്. 2ാമത്തെ യുദ്ധം അതിനേക്കാൾ വലിയൊരു ദുരന്തമായി തന്നെ തീർന്നു. അതിനാൽ ജർമ്മനിക്ക് ടെക്നോളജി നൽകുമ്പോൾ ലോകം അതീവ ജാഗ്രത പാലിക്കണം. എപ്പോൾ വേണമെങ്കിലും ജർമ്മനി വീണ്ടും ഒരു സൂപ്പർ പവറായി ലോകത്തിനെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. ഇപ്പോ ജർമ്മനി അമേരിക്കയ്ക്കിടയിൽ ഈ P8 പൊസൈഡൻ കരാർ 1.5 ബില്യണിൽ നിന്നും 2.2 ബില്യൺ ഡോളർ വരെയും ഉയർന്നിരിക്കുകയാണ്. കാരണമായി പറയുന്നത് ഒരു കോസ്റ്റ് ഇംപ്രൂവ്മെന്റ് എന്നാണ്. എന്നാൽ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യൻ സബ്മറൈൻസ് വേഴ്സസ് നാറ്റോ, ഈ യുദ്ധത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓയിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.